ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു അടിപൊളി ബീച്ചിലേക്കുള്ള സമയം 4 മണി കഴിഞ്ഞിട്ടോ. ഈ ഒരു നേരത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് നമ്മുടെ അരൂര് പാലാണ് കേട്ടോ. പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന അധികം ആരും അറിയപ്പെടാത്ത മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് പുത്തൻതോട് ബീച്ച്. ഈ ഒരു ബീച്ചിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. 2 തവണ ഞങ്ങൾ ഇതിനു മുൻപ് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് ക്ലീൻ ആൻഡ് നീറ്റ് ബീച്ചാണ്. എന്താ പറയുക, വലിയ ബീച്ചൊന്നുമല്ല, ചെറിയ ബീച്ചാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സ്പേസും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായാലും വാക്കിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ബീച്ചാണ്. പോകുന്ന വഴിയിൽ റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലെ വെള്ളക്കെട്ടായിരുന്നു കേട്ടോ. ഇത് ചെമ്മീൻ കെട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ചെമ്മീനെ വളർത്തുന്നത് 2 സൈഡും കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. കണ്ടില്ലേ, അടിപൊളിയാണ്. ഒരുപാട് ദൂരം ഇതിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കടകളും പെട്ടിക്കടകളും അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈവനിങ് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങൾ മുൻപ് പോയിരുന്ന സമയത്ത് ബീച്ച് എന്താ പറയുക, വളരെ ശാന്തമായിട്ട് അധികം തിരക്കൊന്നുമില്ലാതെ എന്താ പറയുക, വെരി കാം ആൻഡ് ക്ലീൻ ആൻഡ് സ്മാൾ ബീച്ചാണ്. ഇത് കണ്ണമാലി ചെല്ലാന ഏരിയയിലാണ് കേട്ടോ ഈ ഒരു ബീച്ച്. ഞങ്ങൾ മുൻപ് പോയപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നൊരു വീക്കെൻഡ് കൂടിയാണ്, അപ്പോൾ തിരക്കുണ്ടാവുമോ. അന്ന് ഞങ്ങൾ പോയ സമയത്ത് അവിടെ കടകളപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനോ വേറെ എന്തെങ്കിലും കഴിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നത്. കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഇപ്പോൾ തോന്നുന്നു കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു എന്ന്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇനി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം വൈകി കഴിഞ്ഞ് സൺസെറ്റൊക്കെ കഴിയും. അപ്പോൾ പിന്നെ പോകുന്നത് വെറുതെ ആവും. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കാനൊന്നും നിന്നില്ല. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീച്ചിലേക്ക്. ഇതേ ആ കാണുന്ന എന്താ സംഭവം എന്നറിയില്ല, അവിടെ ബോച്ചയുടേതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവരുടേതാണെന്ന് കൊണ്ട് എന്തൊക്കെയോ അവരുടെ പരസ്യമൊക്കെ കണ്ടു കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഇതേ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടോ. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും തിരക്ക് കാണുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി സൈഡാക്കിയിട്ട് പതിയെ ബീച്ചിലേക്ക് പോവാം കേട്ടോ. ഞാനും ഉണ്ണിയേട്ടനും ദേ ഇവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഒരുപാട് കല്ലുകളുണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ ഇരുന്ന് കുട്ടികൾ കളിക്കുന്നത് നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട് അതുപോലെ ഫോട്ടോഷൂട്ട് അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിറയെ ക്രൗഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഇത്തവണ ബീച്ച് അത്ര വലിയ നീറ്റൊന്നും ആയിരുന്നില്ല. പിന്നെ ആൾക്കാർ കൂടുന്തോറും വൃത്തി കുറയുന്ന സ്ഥലമാണല്ലോ ഈ ബീച്ചൊക്കെ. ഓരോരുത്തർ ഫുഡ് കഴിച്ച് സാധനങ്ങൾ അവിടെയൊക്കെ ഇട്ട് അത്ര നീറ്റായിരുന്നില്ല ഇത്തവണ ബീച്ച് പോയപ്പോൾ. പക്ഷേ കുറച്ചധികം നേരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ സമയം സ്പെൻഡ് ചെയ്തു. എനിക്കിഷ്ടം ഇങ്ങനെ വെറുതെ ബീച്ചിലിങ്ങനെ ഇരിക്കുക, കടലിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ കളിക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ചുമ്മാ ബീച്ചിലേക്ക് നോക്കി ഇങ്ങനെ കടലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇങ്ങനെ നടക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. കുട്ടികൾക്ക് പക്ഷേ അതല്ല, അവർക്ക് എപ്പോഴും വെള്ളത്തിൽ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അവരെയും കൂടി ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ നേരം അവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. നമുക്കിങ്ങനെ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കില്ലേ, ഒരുപാട് ലോങ്, അങ്ങനെയൊന്നും ഇത്തവണ നടക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് ജനങ്ങളായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരും ഫോറിനേഴ്സും
നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ നടക്കാനൊന്നും പറ്റിയില്ല. കുട്ടികൾ കളിക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അതേ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങളും പതിയെ ഇറങ്ങി. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അതേ അങ്ങോട്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങി. ഇപ്പോൾ അതേ കുറേ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മോമോസ്, അതുപോലെ പൊരിക്കടികൾ, ഐസ്ക്രീം, അങ്ങനെ കുറേ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പുകളെ ഞങ്ങളന്ന് പോയ സമയത്ത് ഉണ്ടായില്ല. ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു കേട്ടോ. പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. 2 അമ്പലത്തിൽ ഞങ്ങളിങ്ങനെ പരിപാടികൾ നടക്കുന്നത് കണ്ടു കേട്ടോ. അവിടെയൊന്നും നിർത്തിയില്ലേ. ഞങ്ങളിതേ നേരെ വീട്ടിലേക്കാണ്. വന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. വന്ന വഴി മറക്കരുത് എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ അവിടെ പെട്ടിക്കടകളും അതുപോലെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടെന്ന്. ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ആ ചെമ്മീൻ കെട്ട് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ രാത്രി വെള്ളം കാണുന്നത് എനിക്ക് പേടിയാണ്. കുറച്ചധികം ദൂരം പോകാനുണ്ട് കേട്ടോ ഇതുപോലത്തെ റോട്ടിലൂടെ. വീടെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.